ആദീസ് ന്യൂട്രിക്കാവയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്ന വിഷയം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിനെ കുറിച്ചാണ്. നോൺ ആൽക്കഹോളിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മദ്യം കഴിക്കാത്തവരിൽ ഉണ്ടാകുന്ന ഫാറ്റി ലിവർ ഡിസീസ്. കരൾ രോഗമാണെന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മൾ പറഞ്ഞിരുന്ന കാര്യം നന്നായി മദ്യപിക്കും എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോൾ 20 വയസ്സിന് ശേഷമുള്ള ആളുകളിലും 60 വയസ്സിന് മുകളിലുള്ളവരും ഈ പറഞ്ഞ ഫാറ്റി ലിവർ ധാരാളമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതൊരു കോമൺ ആയിപ്പോയി. ഒരു സാധാരണഗതിയിൽ ഗ്രേഡ് 1 ഫാറ്റി ലിവർ, ഗ്രേഡ് 2 ഫാറ്റ് ലിവർ എന്നൊക്കെ പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ. മദ്യപിക്കാത്തവരിൽ പോലും ഈ ഒരു അസുഖം കോമൺ ആയിട്ട് കണ്ടു തുടങ്ങി. ഈ ഒരു അവസ്ഥ വന്നാലുള്ള നമുക്കൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നമുക്കിത് ഇല്ലാതാക്കാനായിട്ട് പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും നമ്മുടെ ഭക്ഷണത്തിലും വരുത്തുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ പറഞ്ഞ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ അവസ്ഥ, അതായത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ അവസ്ഥയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മദ്യമുള്ളിൽ ചെല്ലാതെ തന്നെ നമ്മുടെ ലിവറിൽ ഫാറ്റ് വന്ന് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഈ പറഞ്ഞ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. ഈ ഒരു നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിനെ നമ്മൾ 3 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. 3 ടൈപ്പുകളുണ്ട്. ഒന്നാമത്തെ ആളാണ് സിമ്പിൾ സ്റ്റാറ്റിയോസിസ്, അതായത് ഫാറ്റ് അക്യുമുലേഷൻ, കരളിൽ കൊഴുപ്പിന്റെ അളവ് കൂടുതലായിട്ട് വന്ന് അടിഞ്ഞു കിടക്കുക. അതാണ് സിമ്പിൾ സ്റ്റാറ്റിയോസിസ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നോൺ ആൽക്കഹോളിക് സ്റ്റാറ്റോ ഹെപ്പറ്റൈറ്റിസ്, അതായത് നമ്മൾ നാഷ് എന്ന് പറയും. കരളിൽ ഇൻഫ്ലമേഷൻ കൂടാതെ ഡാമേജ് സംഭവിക്കുന്നുണ്ട്. അതായത് കരൾ വീക്കം സംഭവിച്ചിട്ട് അവിടെ നമുക്ക് കരളിന് ഡാമേജ് സംഭവിക്കുന്ന അവസ്ഥയാണ് ഈ പറഞ്ഞ നാഷ് അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് സ്റ്റാറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യമാണ് ഫൈബ്രോസിസ് അല്ലെങ്കിൽ സിറോസിസ് എന്ന് പറയുന്നത്. അതൊരു സിവിയർ സ്റ്റേജ് ആണ് ഈ ഫൈബ്രോസിസ് അല്ലെങ്കിൽ സിറോസിസ് എന്ന് പറയുന്നത്. ഈ ഒരു രോഗാവസ്ഥ വരാനായിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് മദ്യപിക്കണം എന്നില്ല. പകരം ഒരു പൂവർ ഡയറ്റ് മതി നിങ്ങൾക്ക് ഈ പറഞ്ഞ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാവാനായിട്ട്. ഇത് കോമൺലി ലിങ്ക് ചെയ്തിട്ടുള്ള ചില സാധാരണ കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കാര്യമാണ് ഒബീസിറ്റി. ഒബീസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ റിസൾട്ട് ആയിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ പൊണ്ണത്തടി എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമുക്ക് ഫിസിക്കലി നമ്മൾ മൂവ്മെന്റ് ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഒബീസിറ്റി എന്ന് പറഞ്ഞ കണ്ടീഷൻ വരുന്നത്. ഒബീസിറ്റി ഡയറക്ട്ലി ഈ പറഞ്ഞ നമ്മുടെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസുമായിട്ട് കണക്റ്റഡ് ആണ്. അതേപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ്, PCOS, അതേപോലെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഒക്കെ ഈ പറഞ്ഞ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ പറഞ്ഞ അവസ്ഥ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലുള്ള സിംറ്റംസും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾക്ക് വെയിറ്റ് ഗെയിൻ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവാം, ഉറക്ക കൂടുതൽ ഉണ്ടാവുന്നതിലുപരി നമുക്ക് പ്രത്യേകിച്ച് ഒരു സിംറ്റംസ് ഒന്നും തോന്നില്ല. അതേപോലെ തന്നെയാണ് ഈ ഒരു അവസ്ഥയ്ക്ക് നമുക്ക് ആദ്യത്തെ ഒരു ഘട്ടത്തിലൊന്നും പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും തോന്നില്ല. കുറച്ചുകൂടെ കഴിഞ്ഞ സമയത്ത് ചിലപ്പോൾ നമുക്ക് ക്ഷീണമോ അല്ലെങ്കിൽ ഒരു അബ്ഡോമിനൽ ഹെവിനെസ്, നമുക്ക് അടിവയറിന്റെ ഭാഗത്ത് ഭയങ്കര കനം പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ ഈ പറഞ്ഞ ലിവറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് നമ്മൾ കരുതണം. അപ്പൊ എങ്ങനെ ഇത് ഡയഗ്നോസ് ചെയ്യാം? അൾട്രാസൗണ്ട് ചെയ്താൽ അറിയാൻ പറ്റും. അതേപോലെ തന്നെ ലിവർ ടെസ്റ്റുകൾ ചെയ്യാം. ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളിന്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുതലാണെങ്കിലും നമ്മുടെ ലിവറിന് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ് ഈ ഒരു അവസ്ഥ ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്? പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുക, ലിവർ ഫാറ്റ് കുറയ്ക്കുക. ലിവർ ഫാറ്റ് കുറയ്ക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായിട്ട് നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ്, നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാതെ ഇരിക്കാം. അതായത് നമ്മൾ മുൻപ് പല വീഡിയോസ് ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഷുഗർ എടുക്കുന്ന സമയത്ത് ശരീരത്തിൽ ബ്ലഡ് ഷുഗർ സ്പൈക്ക് ഉണ്ടാവാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാനും കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വെയിറ്റും ഇൻഫ്ലമേഷനും ഒക്കെ നമുക്കൊന്ന് മാനേജ് ചെയ്യാം. ന്യൂട്രീഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം തന്നെ ഒരു വെയിറ്റ് ഉള്ള ആളാണ്, ഓവർ വെയിറ്റ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ കലോറി ഡെഫിസിറ്റ് ഡയറ്റ് എടുക്കാം. അപ്പോൾ ഒബീസിറ്റി അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 500 to 800 കാലറി റെഡ്യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഡയറ്റ് ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ പറഞ്ഞ കാലറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ തന്നെ ഒരു 5 to 10% നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഈ കാലറീസ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ എന്ത് റിഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ കാർബോഹൈഡ്രേറ്റിൽ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് മൊത്തമായിട്ട് നമുക്ക് ഒഴിവാക്കാം. നമ്മൾ മുൻപ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, മൈദ, റിഫൈൻഡ് ഫ്ലോർ ഒക്കെ നമുക്ക് മൊത്തത്തിൽ ഒഴിവാക്കാം. അതേപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, അതായത് ഹൈ ഷുഗർ ഫുഡ്, എസ്പെഷ്യലി റിഫൈൻഡ് ഷുഗർ ആയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സുകളൊക്കെ തന്നെ ഒഴിവാക്കാം.
കാർബണേറ്റഡ് ബിവറേജസ് ഒഴിവാക്കാം. അതേപോലെ തന്നെ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം, ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഭക്ഷണങ്ങൾ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് തവിടുള്ള ഭക്ഷണങ്ങൾ, ഓട്സ് അല്ലെങ്കിൽ ഹോൾ വീറ്റ് ഒക്കെ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ധാരാളമായിട്ട് കഴിക്കാം. മില്ലറ്റ്സും കിനോവയൊക്കെ ധാരാളമായിട്ട് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി കലോറി കുറയാന്നുള്ളത് മാത്രമല്ല, ഇൻസുലിൻ റെസിസ്റ്റൻസും കുറയുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. പ്രോട്ടീൻ എത്ര എടുക്കാം? പ്രോട്ടീൻ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബോഡി വെയിറ്റ് അനുസരിച്ചാണ് നമ്മൾ പ്രോട്ടീൻ എടുക്കുന്നത്. അതായത് 1 to 1.5 gram per kg ആണ് നമ്മൾ പ്രോട്ടീൻ എടുക്കേണ്ടത്. ഈ പ്രോട്ടീൻ ചെല്ലുന്നത് വഴി ലിവറിനെ റിപ്പയർ ചെയ്യാനും അതേപോലെ തന്നെ മസിൽ ലോസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും, പ്രോട്ടീൻ പ്രോപ്പർ ആയിട്ട് എടുക്കുന്നത് വഴി. പ്രോട്ടീൻ വന്നിട്ട് നമുക്ക് ചിക്കൻ, മീന്, മുട്ട, സോയാബീന്റെ പ്രോഡക്റ്റ്, ടോഫു, പയർ വർഗ്ഗങ്ങളൊക്കെ ധാരാളമായിട്ട് പ്രോട്ടീന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, കൊഴുപ്പിനെ എന്ത് ചെയ്യാം? കൊഴുപ്പ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണോ? നമ്മൾ ട്രാൻസ് ഫാറ്റ് മൊത്തത്തിൽ ഒഴിവാക്കാം. ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ, ബേക്കറി ഐറ്റംസ്, ഒരുപാട് എണ്ണയും നെയ്യും വെണ്ണയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ബേക്കറി ഐറ്റംസ്, ഡീപ് ഫ്രൈ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. എന്ത് ഫാറ്റ് നമുക്ക് കഴിക്കാം? നമുക്ക് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, അതായത് അവക്കാഡോ, ഒലിവ് ഓയിൽ, നട്ട്സ്, ചിയാ സീഡ്സ് ഒക്കെ ധാരാളമായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. കൊഴുപ്പിന്റെ കാര്യം പറഞ്ഞ സമയത്ത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ്, ലിവറിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായാൽ മുട്ട കഴിക്കാമോ? മുട്ട കഴിക്കാൻ ഞാൻ പറഞ്ഞു പ്രോട്ടീന്റെ കേസിൽ. അപ്പൊ എഗ് വൈറ്റ് മാത്രമല്ലേ? അല്ല, ഒരു ഹോൾ എഗ് മൊത്തമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. കാരണം മുട്ടയിലുള്ള കൊളൈൻ കണ്ടന്റ്, അതായത് മുട്ടയുടെ മഞ്ഞ കരുവിലുള്ള കൊളൈൻ കണ്ടന്റ് ഫാറ്റ് അക്യൂമുലേഷനെ തടയും. അതായത് ലിവറിൽ വന്നിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ആ ഒരു അവസ്ഥയെ തടയാനായിട്ട് ഈ കൊളൈൻ കണ്ടന്റിന് സാധിക്കും. മുട്ടയിൽ മാത്രമല്ല, സോയാബീന്റെ പ്രൊഡക്ട്സുകളിലും കോളിഫ്ലവറിലും ഒക്കെ ധാരാളമായിട്ടും ഈ കൊളൈൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലിവർ ഡിസീസ് ഉള്ളവർ മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അതായത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉള്ളവർ ഒരു മുട്ടയുടെ മഞ്ഞ തീർച്ചയായിട്ടും കഴിക്കാവുന്നതാണ് ഒരു ദിവസം. കാലറിയും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും പറഞ്ഞു. ഇനി മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ് വൈറ്റമിൻ ഇ. അപ്പൊ നമ്മൾ മുൻപ് പറഞ്ഞു, നമ്മുടെ സെൽസ് ഒക്കെ ഡാമേജ് ആയി പോവാനും സ്കാറുകൾ കൂടാനും ഒക്കെ, ഇപ്പൊ ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ അവസ്ഥയൊക്കെ വരുമ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് സ്കാർസ് ഒക്കെ നമ്മുടെ ലിവറിൽ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് വൈറ്റമിൻ ഇക്ക് സാധിക്കും. സോ വൈറ്റമിൻ ഇ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ വൈറ്റമിൻ ഡി, പൊതുവെ ഈ ഒരു നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉള്ളവരിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ധാരാളമായിട്ട് കാണും. സോ വൈറ്റമിൻ ഡി റിച്ച് ഫുഡ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനും പ്രത്യേകമായിട്ട് രാവിലെയുള്ള ആ ഒരു സൂര്യപ്രകാശം ഡയറക്റ്റ് ഏൽക്കാനായിട്ടും ശ്രമിക്കുക. അപ്പൊ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഒരു പരിധി വരെ ഒഴിവായി കിട്ടും വിത്തൗട്ട് സപ്ലിമെന്റ്സ്. സിങ്കും മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കാം. കാരണം അവ കഴിക്കുമ്പോഴും ഈ പറഞ്ഞ ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ സി എന്ന് പറയുന്നത് ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ആണ്. സോ വൈറ്റമിൻ സി കഴിക്കുന്നത് കൊണ്ട് ഇൻഫ്ലമേഷൻസും കുറഞ്ഞു കിട്ടും. കൊളാജൻ റിപ്പയർ ബൂസ്റ്റ് ചെയ്യാനായിട്ടും ഈ പറഞ്ഞ വൈറ്റമിൻ സി നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അന്ധമായിട്ട് ഈ സപ്ലിമെന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഭക്ഷണത്തിലുള്ള ഈ പറഞ്ഞ ന്യൂട്രിയൻസിനെ ഒക്കെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഒരു നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉള്ളവരാണ്, അല്ലെങ്കിൽ ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഉള്ളവരാണ്, ഗ്രേഡ് 2 ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് നമ്മൾ ആ സപ്ലിമെന്റ് എടുക്കുകയല്ല വേണ്ടത്. മറിച്ച് നമ്മൾ ഭക്ഷണത്തിനെ ആദ്യം ഡിപ്പെൻഡ് ചെയ്യാം. വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോടെ വേണം പലപ്പോഴും സപ്ലിമെന്റ്സ് യൂസ് ചെയ്യാനായിട്ട്. ഇത് ഈ പറഞ്ഞ വൈറ്റമിൻ ഡിയുടെ കാര്യം മാത്രമല്ല, പലരും ഇപ്പൊ വെളുക്കാനാണെങ്കിലും അല്ലെങ്കിൽ സ്കിന്ന് നന്നാവാനായിട്ട് അല്ലെങ്കിൽ കൊളാജന് വേണ്ടി നല്ലതാണ് മൾട്ടി വൈറ്റമിൻ കഴിക്കാം, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി എടുക്കാം, ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്സ് എടുക്കാം. ഇതൊന്നും നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഒരു ഷോപ്പിൽ പോയി അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വാങ്ങി കഴിക്കാനായിട്ട് പാടുള്ളതല്ല. ഇതിനൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്കൊരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ പോലും അത് ഏത് ലെവലിലാണ് അല്ലെങ്കിൽ നമ്മൾ ഏത് ഡോസേജിലാണ് മരുന്ന് എടുക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ടൊരു പ്രൊഫഷണലിന് മാത്രമേ പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ പലപ്പോഴും നമ്മൾ ഡയറക്റ്റ് പോയി മെഡിസിനോ സപ്ലിമെന്റ്സോ വാങ്ങുന്നതിന് പകരം ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഡയറ്റീഷ്യനെയോ കൺസൾട്ട് ചെയ്തിട്ട് നമ്മുടെ ബ്ലഡ് വാല്യൂസ് നോക്കിയിട്ടാണ് നമ്മൾ ഒരു മെഡിസിനോ അല്ലെങ്കിൽ സപ്ലിമെന്റ്സോ എടുക്കേണ്ടത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് ഷുഗർ, പഞ്ചസാരയുടെ അളവ്, അതായത് മധുരമുള്ള ഭക്ഷണങ്ങൾ, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ വൈറ്റ് ബ്രെഡ് അല്ലെങ്കിൽ മൈദ, റിഫൈൻഡ് ഫ്ലോർ, റിഫൈൻഡ് ഷുഗർ മൊത്തമായിട്ട് ഒഴിവാക്കാം. എക്സസ് ഫാറ്റ്, അതായത് ട്രാൻസ് ഫാറ്റ്, മുൻപ് പറഞ്ഞതുപോലെ എക്സസ് ആയിട്ടുള്ള ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള സ്നാക്സുകൾ മൊത്തമായിട്ട് ഒഴിവാക്കാം. ഫുൾ ഫാറ്റ് ഡയറി, അതായത് കൊഴുപ്പടങ്ങിയ പാലും അതിന്റെ ഉൽപ്പന്നങ്ങളുടെയും എക്സസ് യൂസേജ് മൊത്തത്തിൽ ഒഴിവാക്കുക. വല്ലപ്പോഴും ഒക്കെ ഒരു ഫുൾ ഫാറ്റ് യൂസ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ ബെറ്റർ ഓപ്ഷൻ സ്കിംഡ് മിൽക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ബീഫ് പോലെയുള്ള റെഡ് മീറ്റ് ഒഴിവാക്കുക. അതേപോലെ തന്നെ ഓർഗൻ മീറ്റ്സ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം.
ഓർഗൻ മീറ്റ്സിലൊക്കെ കൊഴുപ്പിന്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുതലായിരിക്കും. സോ അവയെല്ലാം ഒഴിവാക്കുക. അതേപോലെ തന്നെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ആണ്. ഈവൻ സ്മോളോ അല്ലെങ്കിൽ മോഡറേറ്റ് എമൗണ്ടോ ആൽക്കഹോൾ കണ്ടന്റ് ഈ ഒരു അവസ്ഥയെ വളരെ മോശമായിട്ട് ബാധിക്കും. അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഇതാണ് ഡയറ്റിൽ ഒരു നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉള്ള ആള് ശ്രദ്ധിക്കേണ്ട കാര്യം. ഡയറ്റ് അല്ലാതെ നമ്മൾ എന്ത് ശ്രദ്ധിക്കാം? തീർച്ചയായിട്ടും നമ്മൾ ആദ്യം പറഞ്ഞു, ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ ഈ ഒരു അവസ്ഥ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ അധികം മൂവ്മെന്റ് ഇല്ലാതെ ഇരുന്ന് ജോലി ചെയ്യുന്നവര്, അല്ലെങ്കിൽ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ പറഞ്ഞ അവസ്ഥ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഡെയിലി ഒരു 150 മിനിറ്റ്സ് നമുക്കൊരു ഫിസിക്കൽ മൂവ്മെന്റ് കൊടുക്കാം. അതിപ്പോ കാർഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രിസ്ക് വാക്കിങ്ങോ അല്ലെങ്കിൽ സൈക്ലിങ്ങിന് പോവാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഒരു 150 മിനിറ്റ് ഡെയിലി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് നമുക്ക് ഈ പറഞ്ഞ അവസ്ഥ ഒഴിവാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ ഉറക്കവും ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. 7 മുതൽ 8 മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഉറങ്ങുന്നത് വഴി നമ്മുടെ കോർട്ടിസോളും ഇൻസുലിനും ഒക്കെ ശരീരത്തിന് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഈ കോർട്ടിസോൾ എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ് കൂടുന്ന സമയത്ത് ശരീരത്തിൽ കോർട്ടിസോളിന്റെ അളവ് കൂടാനായിട്ടും ഇത് ഫാറ്റ് ഡിപ്പോസിഷൻ, ലിവറിൽ ഫാറ്റ് ഡിപ്പോസിഷൻ ഉള്ള സാധ്യതകൾ കൂടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രെസ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള രീതിയിലായിരിക്കും. ചിലർക്ക് യോഗ ചെയ്താൽ സ്ട്രെസ് കൺട്രോൾ ആവും, ചിലർക്ക് പാട്ട് കേൾക്കുന്നതായിരിക്കും, ചിലർക്ക് പെട്ടെന്ന് കിടന്നൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെസ് അങ്ങ് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. സോ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അങ്ങനെ ചെയ്യുന്നത് വഴി ഈ പറഞ്ഞ കോർട്ടിസോൾ ഹോർമോൺ ബാലൻസ് ആവുകയും ഇൻസുലിൻ ബാലൻസ് ആവുകയും നമുക്ക് ഫാറ്റ് ഡിപ്പോസിഷൻ ലിവറിൽ കുറയുകയും ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഡയറ്റ് അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ശ്രദ്ധിച്ചാൽ പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്നും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ പറഞ്ഞ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നുള്ളത്. സോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്പെൻസീവ് മെഡിസിനോ എക്സ്പെൻസീവ് ട്രീറ്റ്മെന്റോ ഒന്നും വേണ്ട. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെയുണ്ടെന്ന് അറിഞ്ഞ് മനസ്സിനും നമുക്ക് സംതൃപ്തിയോടെ ഹെൽത്തി ആയിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഡെയിലി നമ്മുടെ ബോഡിക്ക് ഒരു മൂവ്മെന്റ് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ മനസ്സമാധാനത്തിനുള്ള ചില ഹാബിറ്റുകൾ നമ്മളൊന്ന് ഇംപ്രൂവ് ചെയ്തെടുക്കുക. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ അവസ്ഥ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും. സോ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ഫ്യൂവല് മാത്രമല്ല, നമ്മുടെ ലിവറിന്റെ ഒരു മെഡിസിൻ കൂടെയാണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. ഹെൽത്തി ആയിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്